ഈശോമിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സൗഖ്യപ്പെടുത്തും. പത്രോസിന്റെ നിഴലടിച്ചപ്പോൾ രോഗികൾ സൗഖ്യം പ്രാപിച്ചുവെങ്കിൽ, മാമോദീസായിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി തിരിച്ചറിഞ്ഞ് രോഗികളായി കഴിയുന്ന എല്ലാ മക്കളുടെ മേലും പരിശുദ്ധാത്മാവിന്റെ സൗഖ്യശക്തി വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു ഭവനത്തിലെ ഒരു ചേട്ടന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി ഗ്രൂപ്പിലുള്ള എല്ലാവരും പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഈ ചേട്ടൻ ഇങ്ങനെ വീൽ ചെയറിൽ ഇരിക്കുകയാണ്, നടക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഈ ചേട്ടനോട് ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ച് പ്രാർത്ഥിക്കുവാൻ വേണ്ടി തുടങ്ങിയപ്പോൾ ഈ ചേട്ടൻ്റെ ഇങ്ങനെ കാല് കാണിച്ചിട്ട് ഈ കാലിൻ്റെ മുട്ടിൻ്റെ മുകളിൽ ഇങ്ങനെ പേന കൊണ്ട് ഇങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ വരച്ചിട്ടിരിക്കുകയാണ്. എന്നിട്ട് ഈ ചേട്ടൻ പറഞ്ഞു, ഇവിടം വെച്ച് ഡോക്ടർ മുറിച്ച് കളയണം എന്നാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞു. കാരണം കാലിൻ്റെ താഴേക്ക് മുഴുവനും പഴുപ്പാണ്, ഇങ്ങനെ ട്യൂബ് ഇട്ടിരിക്കുകയാണ്, ഇങ്ങനെ പഴുപ്പ് പോകാൻ വേണ്ടി. അത്രയും അതുപോലൊരവസ്ഥയിലാണ് ഇരിക്കുന്നത്. അങ്ങനെ ഈ ചേട്ടന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്ന ഒരു സഹോദരന്റെ കയ്യിൽ കുമ്പസാരിക്കുവാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ബുക്ക് ഉണ്ടായിരുന്നു. ഈ ബുക്ക് ഈ ചേട്ടന് കൊടുത്തിട്ട് പറഞ്ഞു, ചേട്ടന് ഈ ബുക്ക് നോക്കി അനുദപിച്ച് പാവങ്ങളൊക്കെ ഏറ്റു പറഞ്ഞ് അച്ഛൻ്റെ അടുത്ത് പോയി കുമ്പസാരിക്കണം, അപ്പോഴേ ജീവിതത്തിൽ ഒത്തിരി മാറ്റം വരുമെന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഈ ചേട്ടൻ പറഞ്ഞ്, ഞാൻ കുമ്പസാരിച്ചിട്ട് 4-5 വർഷമായി, ഞാൻ എൻ്റെ ഒരു സഹോദരനുമായിട്ട് പിണക്കത്തിലാണ്, അതിനുശേഷം ഞാനിന്ന് വരെ കുമ്പസാരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഈ ചേട്ടൻ പറഞ്ഞു, ഞാൻ ഏതായാലും ഇന്ന് ഞാനിത് നോക്കി അനുദപിച്ച് ഞാൻ കുമ്പസാരത്തിൽ പാവങ്ങളൊക്കെ ഏറ്റു പറഞ്ഞ് എൻ്റെ സഹോദരനുമായിട്ട് രമ്യതയിലാകും എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ ഈ ചേട്ടൻ്റെ മകൻ പറഞ്ഞു, ഞാൻ അടുത്തുള്ള പള്ളിയിൽ കൊണ്ടുപോയി അച്ഛനെ കണ്ട് കുമ്പസാരിപ്പിച്ചോളാം എന്നിങ്ങനെ പറഞ്ഞു. ഏതായാലും ഈ ചേട്ടന് വേണ്ടി എല്ലാവരും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു പോകും. ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഈ ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു, വീട്ടിലേക്ക് വരണം, എനിക്ക് വേണ്ടി ഒന്നുകൂടെ പ്രാർത്ഥിക്കണമെന്ന് ഇങ്ങനെ പറഞ്ഞു. ഏതായാലും ആ ചേട്ടനെ കാണുവാൻ വേണ്ടി ആ വീട്ടിലേക്ക് ചെന്നു. അപ്പോൾ അവിടെ മുറ്റത്തെത്തിയപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു, ഇങ്ങോട്ട് കയറി വരണ്ട എന്ന് പറഞ്ഞിട്ട് ചേട്ടൻ വീൽ ചെയറിലിരിക്കുകയാണ്. ഈ വീൽ ചെയറിൽ നിന്ന് എഴുന്നേറ്റ് നടന്ന് ഞങ്ങളുടെ അടുത്തേക്ക് ഈ ചേട്ടൻ നടന്നു വന്നു. എന്നിട്ട് ഈ ചേട്ടൻ പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ കുമ്പസാരിച്ച് കഴിഞ്ഞതിന് ശേഷം എൻ്റെ കാലിനുണ്ടായിരുന്ന ഈ പഴുപ്പെല്ലാം അങ്ങോട്ട് വലിഞ്ഞ് മാറി കാലിന് ബലമായി, എനിക്കിപ്പം നടക്കുന്നതിന് യാതൊരു കുഴപ്പവും ഇല്ല എന്നിങ്ങനെ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഞാനിത് പറയുമ്പോൾ കുമ്പസാരം എന്ന കൂദാശ ആത്മാവിനും മനസ്സിനും ശരീരത്തിനും സൗഖ്യം തരുന്ന ഈ കുമ്പസാരം എന്ന കൂദാശ ഈ ചേട്ടന് സ്വീകരിച്ചപ്പോൾ, ആ സഹോദരനുമായി രമ്യതയിലായപ്പോൾ ഈ ചേട്ടൻ്റെ ജീവിതത്തിലേക്ക് ദൈവാനുഗ്രഹങ്ങൾ കടന്നു വരുവാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉള്ളിൽ, എല്ലാവരുടെയും ഉള്ളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിന്റെ സൗഖ്യ ശക്തി അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. പത്രോസിന്റെ നിഴലടിച്ചപ്പോൾ രോഗികൾ സൗഖ്യം പ്രാപിക്കുമെങ്കിൽ, നമ്മുടെ ഉള്ളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വസിക്കുമ്പോൾ ഈ രോഗാവസ്ഥയ്ക്ക് അതിജീവിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മുടെ ശരീരത്തെയൊക്കെ ബലപ്പെടുത്തും. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ക്രിസ്മസ് കഴിഞ്ഞ ഒരു ചേട്ടന് പ്രാർത്ഥിക്കണം എന്നിങ്ങനെ പറഞ്ഞ് വിളിച്ചു. ഈ ചേട്ടൻ്റെ 2 കിഡ്നിയും പരിപൂർണമായിട്ടും പോയിരിക്കുകയാണ്. ഇപ്പോൾ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചേട്ടന് യാതൊരു കുഴപ്പവുമില്ലാതെ മുമ്പോട്ട് പോയ സമയത്ത് ക്രിസ്മസിന്റെ തലേന്ന് ചേട്ടന് ഇങ്ങനെ തലകറക്കം പോലെ വന്നു. ഹോസ്പിറ്റലിൽ പോയി സ്കാനിങ്ങും ഇതെല്ലാം ചെക്കപ്പ് എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ചേട്ടൻ്റെ 2 കിഡ്നിയും പ്രവർത്തിക്കുന്നില്ല എന്നറിയുന്നത്. അന്നു മുതൽ ഡയാലിസിസ് ചെയ്യുവാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ ഇതുപോലെ പല മാരകമായിട്ടുള്ള രോഗങ്ങൾ, അല്ലെങ്കിൽ കിഡ്നി തകരാറിലായിട്ട്, ക്യാൻസറായിട്ടും ഇങ്ങനെയൊക്കെ പലവിധ രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒത്തിരി വ്യക്തികളുണ്ട്. പക്ഷെ ഇവരോടൊക്കെ കുമ്പസാരിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, കുമ്പസാരിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, അല്ലെങ്കിൽ ഞങ്ങൾ ഇത്രയും വർഷമായി കുമ്പസാരിച്ചിട്ട് എന്നൊക്കെ ഇവരിങ്ങനെ സിമ്പിളായിട്ട് ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞു പോകുന്ന പലരെയും കണ്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പാവങ്ങളെ ഏറ്റുപറഞ്ഞ്, നിങ്ങൾ അനുദപിച്ച്, കുമ്പസാരക്കൂട്ടിലിരിക്കുന്ന പുരോഹിതനല്ല ഈശോയാണെന്നുള്ള ആ ഒരു തിരിച്ചറിവോടുകൂടി പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആത്മാവിലും മനസ്സിലും ശരീരത്തിലും സൗഖ്യം തരുന്ന പരിശുദ്ധമായ ആ കൂദാശ സ്വീകരിക്കുമ്പോൾ ഏതവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്, ആ അവസ്ഥയിൽ നിന്ന് കർത്താവ് നമുക്ക് മാറ്റം തന്നിരിക്കും. അവസ്ഥകളെ നോക്കാതെ, വ്യവസ്ഥകളില്ലാതെ സ്നേഹിക്കുന്ന ഈശോയുടെ അടുക്കിലേക്ക് കടന്നു ചെല്ലണമെങ്കിൽ നമ്മളിലുള്ള പാപാവസ്ഥകളൊക്കെ കുമ്പസാരത്തിലൂടെ ഏറ്റുപറയുമ്പോൾ ഈശോയുമായുള്ള ആ ഒരു വ്യക്തിബന്ധത്തിലേക്ക് നമ്മൾ കടന്നു വരും. നമ്മളിലുള്ള ഏത് മേഖലയിലാണോ നമുക്ക്
ഈശോയിലേക്ക് അടുക്കാൻ പറ്റാത്ത അവസ്ഥകളുള്ള അത് ഏറ്റുപറയുമ്പോഴാണ് നമ്മുടെ ആത്മാവിലും മനസ്സിലും ശരീരത്തിലുമൊക്കെ സൗഖ്യം സംഭവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ രോഗികളായി കഴിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പാവങ്ങളൊക്കെ ഏറ്റുപറഞ്ഞ്, അല്ലെങ്കിൽ ആരുടെങ്കിലുമൊക്കെ രമ്യതപ്പെടാനുണ്ടെങ്കിൽ അവരോടൊക്കെ സ്നേഹത്തിലായിട്ട് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഈശോയിലേക്ക് അടുത്തു വരുവാൻ നിങ്ങളെ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുതാപമുള്ള ഒരു ഹൃദയത്തോടുകൂടി നല്ലൊരു കുമ്പസാരം നടത്തുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കും. പരിശുദ്ധ അമ്മ മാതാവിൻ്റെ വിമല ഹൃദയത്തിലേക്ക് നമ്മളെ ഓരോരുത്തരെയും പ്രതിഷ്ഠിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ആവേ മരിയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.